ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും പാപ്പിക്കുട്ടിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. പാപ്പി ഇതാ ഉറങ്ങി എണിച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഉറങ്ങി എണിച്ചിട്ട് കാലിൽ ആദ്യം എണ്ണ തേച്ചൊന്നൊരു 9:30 എണീറ്റിട്ടുണ്ട്. അപ്പോൾ കാലിലൊക്കെ എണ്ണ തേച്ചിട്ട് കാലിലൊക്കെ എണ്ണ തേച്ചിട്ടിരിക്കുകയാണ്. പിന്നെ ഇതാണ്ട നമ്മുടെ പാപ്പിൻ്റെ കാലിൽ കണ്ടില്ലേ ഒരു ചെറിയൊരു കുരുവുണ്ടായിരുന്നതാണ്. ആ കുരുവിനെ വന്നിട്ട് നമ്മളെന്തെങ്കിലും പണി ചെയ്യാനോ അങ്ങോട്ട് പോകുമ്പോൾ ആളില്ലാത്ത സമയം നോക്കി അതിനിങ്ങനെ വിരലിട്ട് ഇങ്ങനെ ഇളക്കി അതിന് വലിയൊരു കുരുവാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ എണ്ണ തേക്കുമ്പോഴേ ഇതാവണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ അതിലൊരു ബാൻഡേഡൊക്കെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞു മുറിവാണ്, അത്ര വലിയ മുറിവ് പറയാനില്ല, എന്നാലും ഒരു കുഞ്ഞു മുറിവാണ്. അപ്പോൾ അതിനെ ബാൻഡേഡ് വെച്ച് ഒട്ടിച്ചിട്ടുണ്ട്. പക്ഷെ ഇതിൽ കാറ്റ് കടന്നില്ലെങ്കിലാണ് പ്രശ്നം, പഴുക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് വന്നാൽ അത് ഊരിയെടുക്കും. അവളുടെ മേലൊക്കെ കഴുകിയിട്ട് വന്ന് ശേഷം അത് അഴിച്ചു മാറ്റും. മേല് കഴുകണതിന് മുന്നേ അഴിച്ചു മാറ്റും എന്ന് വെച്ചാൽ കഴുകി അത് വൃത്തിയാവുകയും ചെയ്യുമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെ ഒക്കെ ചെയ്യണതാണ്. ഇല്ല പാപ്പിയേ, രോഷി ചേച്ചി ഉപ്പൂടി പോയി, അച്ഛൻ കടിച്ചു പോയി, ഞങ്ങൾ എണ്ണ തേച്ചിട്ട് ഇരിക്കണു. ഇനിയിപ്പോൾ നമ്മുടെ വണ്ടിയിൽ 1 മണിക്കൂർ നിർത്തും. നേരെ കഴുത്തിലൊക്കെ എണ്ണ തേച്ചിട്ടിരിക്കുകയാണ്. അവിടെ നോക്കട്ടെ, കുട്ടീനെ നോക്കട്ടെ, ഉറങ്ങി അണിച്ചിട്ട് ഇരിക്കുകയാണ്. ഒന്ന് ഭയങ്കര എന്താ പറയുക, വാശിയിലാണ്. ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകേണ്ട ആള് എന്താണെന്ന് അറിയില്ല അന്നത്തെ കാര്യം. ലേ പാപ്പി 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 കഴുത്ത് നേരെ വെക്കേ പാപ്പിയേ. അങ്ങനെ നല്ല കുട്ടിയായിട്ട് ഇരിക്കേ. അപ്പം അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അല്ലേ? അല്ലേ പാപ്പു? പാപ്പിക്ക് ഉപ്പുമുളകും അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പുമുളകൊക്കെ ഇട്ട് കണ്ടിട്ടിരിക്കുകയാണ് പാപ്പിക്കുട്ടി. ഞാൻ കാലിലൊക്കെ നല്ലോണം ഇങ്ങനെ നല്ലോണം മസാജൊക്കെ ചെയ്ത് കൊടുത്തിട്ട് ഞങ്ങൾ എവിടെ പോകും? ടാറ്റ പോകും. ഞങ്ങളില്ലേ കുളിയൊക്കെ കഴിഞ്ഞ് ടാറ്റ പോകും, ഞാനും പാപ്പും മാത്രം. ഇല്ലേ പാപ്പു? ഭയങ്കര ചൂട്, എന്താ ചൂട്. ഇന്നലെ ആണെങ്കിൽ പകരം മുഴുവനും കറണ്ടും ഇല്ല. അയ്യോ, പാപ്പിനെ കൊണ്ട് മന്തി ടാറ്റ പോകുക പറഞ്ഞിട്ടേ എനിക്കാണെങ്കിൽ അവിടെ ഇരുന്നിട്ട് ലാസ്റ്റ് ഞങ്ങൾ താഴെ ഒരു ബെഡ്ഷീറ്റൊക്കെ വിരിച്ചിട്ട് കിടന്നു ചൂടെടുത്തിട്ട്. അല്ലേ പാപ്പു? പാപ്പിയേ, അപ്പൊ ഞങ്ങളുടെ അടുത്ത വിശേഷത്തിലേക്ക് പോവാ അല്ലേ? നമ്മൾ ഇപ്പൊ ഓഫ് ആക്കണം. ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ ഇതാ ഞാൻ പാപ്പിനെ വണ്ടിയിൽ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ രാവിലേക്ക് ചോറൊക്കെ ഉണ്ട്, ഉച്ചക്കലേക്ക് ചോറില്ല. അപ്പോൾ ചോറ് വയ്ക്കണം. അപ്പോൾ ഞാൻ പോയി തീ കത്തിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നിൽക്കണം. അപ്പോൾ ഇവിടെ നിർത്താമെന്ന് വെച്ചിട്ട് പിന്നെ നമ്മൾ ആവി പിടിക്കാൻ വേണ്ടി ഒരു ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഇന്നലെ വാങ്ങിച്ചതാണ് കേട്ടോ. അതാ അപ്പോൾ പാപ്പിക്കൊക്കെ ഇനി ആവി പിടിക്കുക, ജലദോഷം എന്തെങ്കിലും വന്നെങ്കിൽ നമ്മൾ പാത്രത്തിൽ വെള്ളം ചൂടാക്കിയിട്ട് അങ്ങനെയാണ് ആവി പിടിക്കണം. അപ്പോൾ എനിക്ക് നല്ല പേടിയുണ്ട് മേലെ വീഴുമോ എന്ന് വെച്ചാൽ നല്ല വികൃതിയുള്ള പാപ്പിയല്ലേ, പിടിച്ച് വലിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് അപ്പോൾ എന്തായാലും അത് വാങ്ങിച്ചു. ഒരു ഉപകാരമുള്ളത് തന്നെയാണ്. എൻ്റെ അടുത്ത് രമ്യ ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു, വിളിച്ചപ്പോൾ ആവി പിടിക്കണ ഒരു ഇത് വാങ്ങിക്കടാ, ഈ പാത്രത്തിൽ ആവി പിടിക്കണ കാണുമ്പോൾ എനിക്ക് പേടിയാവണോ, ഉണ്ണിൻ്റെ മേലെ തട്ടുമോ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാങ്ങിച്ചിട്ടുണ്ട് ചേച്ചി. അപ്പോൾ ഇതാ നമ്മുടെ പാപ്പി ഇവിടെ നിൽക്കട്ടെ, ഞാൻ പോയി തീയൊക്കെ കത്തിച്ചിട്ട് വരാം. എന്തായാലും പാപ്പി വീഴൊന്നുമില്ല, നല്ല ബലത്തിൽ തന്നെയാണ് ഇത് വെച്ചിരിക്കുന്നത്. എന്നതാ സോഫിൻ്റെ അങ്ങടേക്ക് ചാരി ചേർത്തിയാണ് വെച്ചിരിക്കുന്നത്. പാപ്പിക്കുട്ടി വീഴ. ഞാൻ ഇടയിൽ വന്ന് നോക്കിയിട്ടും പോകും. അപ്പോൾ നമ്മുടെ പാപ്പി ഇവിടെ ഒരു മണിക്കൂർ നിൽക്കട്ടെ, എന്നിട്ട് നമുക്ക് മേലൊക്കെ കഴുകി കൊടുക്കാം. പറഞ്ഞ പോലെ തന്നെ അതാ ചോറ് വെള്ളം വെച്ച് തീയൊക്കെ കത്തിച്ച്, തീ പിടിപ്പിച്ച് കിട്ടാൻ കഷ്ടമാണ്. തീ കത്തിക്കഴിഞ്ഞാൽ പിന്നെ അത് അങ്ങനെ കത്തിക്കോളും. പിന്നെ നല്ലതാ നമ്മൾ ചൂലൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അത് ഉണ്ടാക്കുന്ന വീഡിയോ എടുത്തിട്ടുണ്ട് കേട്ടോ. അതേ കൂടെ തന്നെ ഇടാം, നല്ല വൈകുന്നേരം എടുത്താണ്. പിന്നെ കുറച്ച് പാത്രമൊക്കെ കഴുകാണ്ടായിരുന്നു, ഇവിടെയൊക്കെ അടിച്ചു കേട്ടോ. അങ്ങനെ കുറേ പണിയൊക്കെ. നമ്മുടെ പാപ്പി ഇപ്പോഴും വണ്ടിയിൽ തന്നെ വാക്കറിൽ തന്നെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു വിറക് കൂടി ഇട്ടിട്ട് വേണ്ട, അത് കത്തി തീരണ്ടേ. പക്ഷെ ഈ വിറകിൽ വേണ്ട, ഈ വിറകിൽ ഇത്തിരി തീ ഇങ്ങനെ പിടിച്ച് അത് കത്തി കഴിയുമ്പോൾ ഈ വിറകിൽ പിടിക്കും. അപ്പോൾ നമ്മുടെ പാപ്പി എന്ത് ചെയ്യുന്നു നോക്കാം. അയ്യോ, ഇനി ഇവിടെയൊക്കെ അടിച്ച് വൃത്തിയാക്കാനുണ്ട്. പിന്നെന്താണ്, ഇതാ പാത്രമൊക്കെ കഴുകി കമഴ്ത്തി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ പാപ്പി കണ്ടില്ലേ, ഇതാ അവിടെ എപ്പോഴും ഇങ്ങനെ നിൽക്കുകയാണ്. 1 മണിക്കൂർ മേലായി. അപ്പോൾ ഞാൻ ഇതാ കാലൊക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ നിൽക്കട്ടെ. ഇനിയിപ്പോൾ മേലൊക്കെ കഴുകി കൊടുത്ത് ചുന്ദരി കുട്ടിയായിട്ട് വരാം ഞങ്ങൾ അല്ലേ?
ചുന്ദരി കുട്ടിയായിട്ട് വരാം. അങ്ങനെ വെളിച്ചമൊക്കെ നോക്കി നിൽക്കുകയാണ്. എന്താ ഡോർ അടിച്ച് വയ്ക്കണമെന്ന് ചോദിച്ചാൽ വീട്ടിലടുത്ത് ആരെങ്കിലും വന്നിട്ട് ടാറ്റ പോവുക അവരുടെ മിണ്ടാതെ പോവും. അതുകൊണ്ട് ഡോറൊക്കെ അടച്ച് വെച്ചിട്ട് അങ്ങടിക്ക് പോകാൻ പറ്റുള്ളൂ. ഒരു സെക്കൻഡ് ആണെങ്കിലും മാറിപ്പോയാൽ ടാറ്റ പോവുക പറഞ്ഞാൽ മിണ്ടാതെ എണീറ്റ് പോകൂലേ? അല്ലേ? ഈ കാലിൽ കുരുവായതുകൊണ്ട് എന്നാൽ ഞാൻ ബെൽറ്റൊന്നും കാലിൽ ഇട്ട് കൊടുത്തില്ല. കാല് വേദനിച്ചാലോ എന്ന് വെച്ചിട്ട് ഇട്ട് കൊടുത്തില്ല. വെറുതെ ഇങ്ങനെ നിർത്തി. ഇനിയിപ്പോൾ മുടക്കണ്ട, ഡെയിലി നിർത്തണത് ഇതാവണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിർത്തി. ഓക്കെ, അപ്പോൾ നമുക്ക് വേഗം പോയി കുളിച്ചിട്ട് വരിക. ഓ പാപ്പി പാപ്പി കുളിച്ച് ചുന്ദരിക്കുട്ടായിട്ട് ഇവിടെ ചുത എന്താണ് ചേച്ചിയമ്മ ഇവിടെ എന്താ പറയുക ചെയ്യണം? ഞാൻ കുളിച്ച് കണ്ട് വേണ്ട ഒരു ബാൻഡേഡ് എടുത്ത് ഒട്ടി, കുറച്ചുകൂടി പണിയുണ്ട്. അപ്പോൾ അവൾ അതിന് പിച്ച് വന്നുണ്ട്. അപ്പോൾ അതിനിങ്ങനെ നോണ്ടി കേട് എടുത്ത് പുറത്തെടുക്കാൻ വേണ്ടി നോക്കുകയാണ്. കുളിച്ച് ചുന്ദരിക്കുട്ടിയായിട്ട് ഇതാ അവിടെ ഇങ്ങനെ ഇരിക്കേണ്ടത് നമ്മുടെ പാപ്പി അമ്മയാണ്. എന്നെ ചുതാ വിളിക്കുകയല്ലേ. അപ്പോൾ ഇനി മുതൽ തന്നെ ഞാൻ പാപ്പി അമ്മ വിളിക്കാം കേട്ടാ. ഇനി മുതൽ ഞാൻ പാപ്പി അമ്മ വെച്ചാട്ടാ. ശരി പറയ്. നീയല്ലേ എന്നെ ചുതാ വിളിക്കണ. അപ്പം ഞാൻ പാപ്പി അമ്മ വിളിക്കാട്ടാ. പറയ്. എനിക്ക് ഷേക്കേൻ്റെ ഒക്കെ തന്നു. ശരി, ഓക്കെ പറഞ്ഞിട്ട് ഹൈഫൈ ഒക്കെ അടിച്ചിട്ടുണ്ട് നമ്മുടെ പാപ്പി. അപ്പോൾ ഞാൻ തുണി അലക്കാനിട്ട് വേണ്ട തുണിയിൽ ഇപ്പോൾ ഇവിടെ തന്നെയാണ് അലക്കുന്നത്. പുറത്ത് പോകണില്ല. നേരം വൈകി എണീക്കണതോ ഉറങ്ങണത് കൊണ്ട് തന്നെ നേരം വൈകിയാണ് എണീക്കണത്. അപ്പോൾ അവരൊക്കെ പുറത്ത് പോയാൽ പിന്നെ എനിക്ക് അലക്കാനും പുറത്തൊന്നും പോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഇവിടെ തന്നെ അലക്കലൊക്കെ ഇവിടെ തന്നെ ചെയ്യും. പാപ്പിനെ അവിടെ ഇരുത്തിയിട്ട്. അപ്പോൾ അടുത്ത് തന്നെയല്ലേ, വേഗം നോക്കാൻ പറ്റുള്ളൂ. പിന്നെ അപ്പുറത്തുള്ള പണിക്ക് പോകുമ്പോഴേക്കും തന്നെ ഒരുപാട് സമയം ഇതൊക്കെ എടുക്കും. അപ്പോഴേ ഞാൻ എന്തൊക്കെയൊക്കെയോ ചെയ്തിട്ടാണ് പോയിട്ട് ഇതാവണത്. അപ്പോൾ ഇവിടെ തന്നെ അലക്കും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ ചെയ്യുന്നത്. പാപ്പിനെ വിട്ട് ഞാൻ എവിടെയും പോകുന്നില്ല. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഞങ്ങൾ ചോറിൻ്റെ ബീട്രൂട്ട് ഉപ്പേരിയൊക്കെ കൂട്ടി ചോറൊക്കെ കഴിച്ചു. ഇന്നലത്തെ ഉപ്പേരി ഉണ്ടായിരുന്നു, ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടായിരുന്നു. അത് കൂട്ടി ഞങ്ങൾ ചോറൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ ഉച്ചക്കിലേക്ക് എന്തെങ്കിലും വയ്ക്കണം. ചോറ് വേകാനായി. ഉച്ചക്കിലേക്ക് എന്തെങ്കിലും വയ്ക്കണമെന്ന് പറഞ്ഞത് രോഷി വരുമല്ലോ. രോഷി 4 മണിക്ക് വന്ന ചായ ഒന്നും കുടിക്കില്ല. അതുകൊണ്ട് അവൾ എന്തെങ്കിലും ചോറുണ്ടെങ്കിൽ അത് കഴിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് കഴിക്കും. അപ്പോൾ ചോറിന് കറിയില്ല, കറി എന്തായാലും വെക്കണം. അങ്ങനെ കറിയൊക്കെ വെച്ചു. രോഷി സ്കൂൾ വിട്ട് വന്നു. സമയം ഒരു 4:45 ആയിട്ടുണ്ട്. ഞാനും പാപ്പിയും കട്ടൻ ചായയൊക്കെ വെച്ച് കുടിച്ചു. രോഷി ചായ കുടിക്കില്ല. ഞാൻ പറഞ്ഞ പോലെ അവൾ ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നു. സ്കൂളിൽ വിട്ട് വന്ന് ചോറൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുറത്ത് വന്നിരിക്കുകയാണ് ഞങ്ങൾ. പുറത്ത് വന്നിരുന്നപ്പോഴാണ് ആലോചിച്ച് കുറച്ച് ഓലയുണ്ട്. അപ്പോൾ അതിൻ്റെ ഈളെടുത്ത് അടിക്കാൻ ചൂലായില്ലെന്ന് പറഞ്ഞിട്ട് ഞാനത് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയാണ്. നമ്മളുടെ ഈ ഓരോ വിഷമങ്ങൾ എന്താ പറയുക, എങ്ങനെ വെറുതെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങൾ ഇങ്ങനെ മനസ്സിലേക്ക് കടന്നുകൂടും. അല്ലെങ്കിൽ നാളെ എന്താകും എന്നുള്ളൊരു ചിന്തയൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ വരുമ്പോൾ നമുക്ക് വല്ലാതെ ടെൻഷൻ അടിക്കും. അതിനൊക്കെ ഞാൻ ഇപ്പോൾ കണ്ടെത്തുന്ന എന്തെങ്കിലുമൊക്കെ ചെറിയ പണികളൊക്കെ ഇങ്ങനെയായിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ പാപ്പിനെ അടുത്ത് കൊണ്ടുവന്നിരിക്കുമ്പോൾ അവളുടെ കളിയും ചിരിയൊക്കെ ആകുമ്പോൾ അതൊക്കെ അങ്ങ് മറക്കും. പിന്നെ മനുഷ്യന് ദൈവം തന്നിരിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കഴിവ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് മറവി എന്നൊരു അസുഖം എല്ലാ മനുഷ്യരിലും ഉണ്ടാവും. എന്താ പറയുക, ഒരുപാട് സങ്കടങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ അത് സ്വാഭാവികമായിട്ടും ദിവസങ്ങൾ കഴിയാൻ തോറും അത് മറന്ന് വരും അല്ലേ. അത് മനുഷ്യന് കിട്ടിയ ഒരു വരദാനം തന്നെയാണ് കേട്ടോ. എന്തായാലും നന്നായി. അല്ലെങ്കിലൊക്കെ എന്നെപ്പോലുള്ള അമ്മമാരൊക്കെ നീറി എന്നേ ഒടുങ്ങിയിട്ടുണ്ടാകും. നാളെ എന്താവും എന്ന് ഈ ഒരു ചിന്ത കൊണ്ട്. എന്താ വെച്ചാൽ നമ്മളുടെ ജീവിതം എന്ന് പറയുന്നത് നാളെ എന്നൊരു ഓപ്ഷൻ ഇല്ലാത്തൊരു ചിന്ത ഉള്ളൊരു ജീവിതമാണ്. എന്താകും എന്ന് ചിന്തിച്ചാൽ തന്നെ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊക്കെ ഓരോ പേടി ഇങ്ങനെ വരും. അപ്പോൾ അതെല്ലാം മാറാൻ എന്തെങ്കിലുമൊക്കെ പണി ചെയ്ത് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അങ്ങനെ പണി ചെയ്യുമ്പോൾ നമുക്ക് ആ ഓർമ്മകളൊന്നും വരാറില്ല. തനിയെ ഇരിക്കുമ്പോഴാണ് എത്ര തന്നെ മനുഷ്യന് എന്താ പറയുക, മറവി എന്ന അസുഖം കൊടുത്താലും തനിയെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ വരും അല്ലേ.
സത്യമായിട്ട് എല്ലാവർക്കും വരും എന്നാണ് എൻ്റെയും വിശ്വാസം. എനിക്കും വരാറുണ്ട്. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വരില്ല. അല്ലാതെ ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോൾ പാപ്പി ഉറങ്ങിക്കിടക്കുക അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെ ചിന്ത വരും. പാപ്പിൻ്റെ കൂടെ ഇരിക്കുമ്പോൾ പിന്നെ അങ്ങനത്തെ ചിന്ത ഇപ്പോൾ വരാറില്ല. എന്താ ചോദിച്ചാൽ അവൾ കളിയും ചിരിയൊക്കെ ആയി അവൾ ഓരോന്നും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ പകൽ പറഞ്ഞ് നമ്മൾ ഞാൻ വന്ന പാപ്പിൻ്റെ കൂടെയാണല്ലോ ഫുൾ ടൈമും അവളുടെ കാര്യങ്ങളൊക്കെ നോക്കി അവൾക്ക് വേണ്ട തെറാപ്പിയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് ഞങ്ങളുടെ സമയം നന്നായി പോകും. പിന്നെ രാവിലെ വൈകി എണീക്കുന്നതുകൊണ്ട് ബാക്കിയുള്ള സമയങ്ങൾ ഇങ്ങനെ ആയിട്ട് അങ്ങനെ പോണതുകൊണ്ട് നമുക്കറിയുന്നില്ല. അപ്പോൾ ഇതാ പാപ്പിയും അമ്മയും ഇരുന്നിട്ട് ഞങ്ങളിരുന്ന് ഇങ്ങനെ ഇളൊക്കെ എടുക്കുകയാണ് കേട്ടോ. നമ്മുടെ ഇത് ഇത്തിരി കഷ്ടമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ഇരുന്ന് എടുക്കുമ്പോൾ കുറേ 1 മണിക്കൂറൊക്കെ എടുക്കും ഇങ്ങനെ ഈളെടുത്ത് ഇതാക്കാൻ. ഇത് പുറത്തുനിന്ന് ഇവിടെ വാങ്ങിക്കാൻ കിട്ടുന്ന പറഞ്ഞത്. വേണ്ട നമുക്ക് സമയം കിട്ടുമ്പോൾ എടുക്കാമല്ലോ എന്ന് പറഞ്ഞിട്ട് 2-3 പട്ടയൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെ ഇങ്ങനെ എടുക്കണം. അപ്പോൾ നമ്മുടെ പാപ്പി അടുത്ത് വന്നിരുന്നിട്ട് ഓല കൊണ്ട് കളിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ സങ്കടങ്ങളെല്ലാം മറന്ന് നമ്മുടെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തുക. ഓരോ ചെറിയ കളിയിലൂടെയും ചിരിയിലൂടെയും കണ്ടെത്തുക. നമ്മൾക്ക് ഹാപ്പി ആയിട്ട് ജീവിക്കാടോ. എന്താ പറയുക, നമ്മൾക്ക് ഇങ്ങനത്തെ ഒരു കുട്ടിയാണെന്നുള്ളൊരു ആദ്യത്തെ ആ ഒരു തെറ്റിദ്ധാരണ നമ്മൾ മാറ്റുക. അവർ സാധാരണ കുട്ടിയാണ്. എന്താണെന്ന് ചോദിച്ചാൽ അവർ സംസാരിക്കണില്ല, നടക്കണില്ല. ഇതൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇത് വലിയൊരു പ്രശ്നം തന്നെയാണ്, അല്ലാന്ന് ഞാൻ പറയുന്നില്ല. എന്നാലും ആ പ്രശ്നം ശരിക്കും പറഞ്ഞാൽ എനിക്ക് പാപ്പി നടക്കാത്ത കുട്ടിയാണെന്നാണ് തോന്നുന്നത്. എപ്പോഴാണെന്നറിയോ, ഈ വീൽ ചെയറിലൊക്കെ ഇരിക്കില്ലേ, ആ സമയത്ത് എനിക്ക് തോന്നും അയ്യോ എൻ്റെ കുട്ടി നടക്കാത്ത കുട്ടിയാണല്ലോ, വയ്യാത്ത കുട്ടിയാണ്. ബാക്കിയുള്ള സമയം സത്യമായിട്ടും എനിക്ക് ഒരു ഭിന്നശേഷി കുട്ടിയായിട്ട് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്നില്ല. ആദ്യമായിട്ട് നമുക്ക് BRC എന്നൊരു വീൽ ചെയർ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിച്ചിട്ട് ഞാൻ മാത്രമേ പോയത്. ആ വീൽ ചെയർ ഓട്ടോയിൽ കയറ്റുമ്പോൾ എൻ്റെ മനസ്സൊരു നീറ്റലുണ്ടായിരുന്നു. ഞാൻ ഈ ഓട്ടോയിൽ ഇരുന്നിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടേ വന്നതായിരുന്നു. എന്താ ചോദിച്ചാൽ ഈ വീൽ ചെയർ എന്ന് പറയുന്നത് നടക്കാൻ പറ്റാത്ത ആൾക്കാർക്കുള്ളതാണല്ലോ. അയ്യോ എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ആയാലോ ഭഗവാനെ. ശരിക്കും ഞാൻ അന്ന് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ കുട്ടി നടക്കാൻ പറ്റാത്ത കുട്ടിയാണല്ലോ, ഈ വീൽ ചെയറിലാണല്ലോ ഇരുത്തേണ്ടത്, കാലം മുഴുവൻ ഇനി ഇതിലാകുമോ എന്നുള്ള പേടി കൊണ്ട് ഞാൻ ആ വീട് എത്തണ വരെയും കരഞ്ഞുകൊണ്ട് വന്നു. അതിന് ശേഷം ഞാൻ വീൽ ചെയറിൽ ഇരുത്തില്ല. എനിക്ക് എടുത്ത് നടക്കാൻ വയ്യെങ്കിലും ഞാൻ തൂക്കി പിടിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ എടുത്ത് നടക്കുകയല്ലാതെ വീൽ ചെയറിൽ ഇരുത്തില്ല. എനിക്കതെന്തോ അതെൻ്റെ തെറ്റായ ചിന്തയായിരിക്കാം. പക്ഷേ അതെനിക്ക് അങ്ങനെ ഇരുത്തുമ്പോൾ വല്ലാത്തൊരു വേദനയാണ്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും അതിലിരുത്താൻ എനിക്കിഷ്ടമല്ല. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇങ്ങനെയൊക്കെയാണ്. ഇനിയിപ്പോൾ ഇത് ചൂലൊക്കെ ആവും. ആയ ശേഷം ഞങ്ങൾ ഉള്ളിൽ പോയിട്ട് പാപ്പിനെ കളിപ്പിക്കും. നമ്മുടെ പാപ്പിക്കുട്ടി സുന്ദരിക്കുട്ടി ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കണം. കണ്ടോ, കാലിലെ മുറി ഇങ്ങനെ പിച്ചിട്ടാക്കിയതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റി വെച്ച് സന്തോഷിക്കാൻ ശ്രമിക്കുക എല്ലാവരും. അതിന് ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരെയും.